വെൽക്കം ടു മിനീഷ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ കൈയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാന്നേ. ഞാൻ ഒത്തിരി നാളെ എൻ്റെ കൈയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് നേരത്തെയൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന, പിന്നെ അതൊക്കെ വിട്ട് ഇവിടെ വന്നപ്പം പിന്നെ അതൊന്നും ഞാൻ ശ്രദ്ധിക്കാതായേ. ഇപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയപ്പോൾ കൈയൊക്കെ വീഡിയോയ്ക്കകത്ത് കാണുമ്പോഴാണ് കൈയൊക്കെ ഭയങ്കര ബോറാന്ന് തോന്നുന്നു. ഇപ്പം കൈയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് ആദ്യം നമുക്ക് ഒരു തുണി എടുത്ത് ഇതിനകത്ത് വടിയിലോട്ടിട്ടേക്കാം, വെള്ളമൊക്കെ വീഴാതിരിക്കാൻ വേണ്ടി. അതിനുവേണ്ടി ഞാനെടുത്ത് കൈ പാർലറിൽ ചെയ്യുന്നത് പോലെ നീറ്റായിട്ട് കിട്ടുന്ന പോലെ ചെയ്തേക്കുന്നത്. നമ്മൾ പാർലറിൽ പോയി മാനിക്യൂർ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുന്നോ അതുപോലെ വൃത്തിയായിട്ട് നമുക്ക് കൈയൊക്കെ വൃത്തിയാക്കി എടുക്കാം. വേണ്ടി ഞാനൊരു പാത്രത്തിൽ ചെറിയ ചൂടുവെള്ളം, അതായത് നമ്മുടെ കൈ ഇടാൻ പറ്റുന്ന പോലത്തെ ചൂടുവെള്ളം, കുഞ്ഞകത്ത് നമ്മളിപ്പം ഒരു സ്പൂണ് ഷാമ്പു ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു സ്പൂൺ ഷാമ്പു, ഒരു സ്പൂൺ നാരങ്ങ നീര്, ഒരു സ്പൂണ് ഉപ്പ്. കല്ലുപ്പാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. ഇപ്പം ഇവിടെ കല്ലുപ്പില്ലാത്തതുകൊണ്ട് ഞാൻ പൊടിയുപ്പാണ് ഇടുന്നത്. കല്ലുപ്പാണ് നല്ലത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കൈ ഇങ്ങനെ ഇതിനകത്ത് ഇറക്കി വെക്കണം. കൈ ഇറക്കി വെച്ച് അതിൻ്റെ കൂടെ ഇവിടെയൊക്കെ ഒന്ന് നനച്ച് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വെക്കാമെങ്കിൽ അത്രയും നല്ലത്. ഇതിനകത്ത് തന്നെ നമ്മുടെ കൈ വെച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇങ്ങനെ ഒന്ന് ഇത് ചെയ്തും കൊടുക്കണം, ചെറിയ ചൂടോട് തന്നെ. എൻ്റെ കൈയൊക്കെ കണ്ടു ഇപ്പം നല്ല കരുന്ന് കറുത്ത് പോയി കൈയൊക്കെ. ഇതെല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്നതാണ്. നമ്മുടെ മുഖമൊക്കെ വൃത്തിയാക്കുന്നത് പോലെ തന്നെ കൈയും നമ്മൾ വൃത്തിയാക്കണം. അതുപോലെ എണ്ണയും തേച്ച് കൊടുക്കണം കൈക്ക്. നമ്മുടെ കൈയുടെയും കാലിൻ്റെയും പത്തിക്ക് ഈ കൈപ്പത്തിയില്ലേ, കൈയുടെ ഈ റിസ്റ്റിന് താഴെയുള്ള ഭാഗം, ഈ ഭാഗത്തോട്ടൊന്നും നമുക്ക് വിയർക്കത്തില്ല. അതുപോലെ എണ്ണയും ബോഡിയായിട്ട് അങ്ങോട്ട് നമുക്ക് വേണ്ടുന്ന വിയർപ്പോ എണ്ണമയമോ ഒന്നും ഈ ഭാഗത്തോട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് കൈ പെട്ടെന്ന് ഇവിടമൊക്കെ ചുരുക്ക് വീഴുന്നതും കറുത്ത് പോകുന്നതും ഒക്കെ. അതുകൊണ്ടാണ് മെയിൻറ്റെയിൻ ചെയ്യാത്തവർക്ക് ഡെയിലി ക്രീമൊക്കെ തേച്ച് മോയ്സ്ചറൈസ് ചെയ്ത് വെച്ചേക്കുന്നവർക്ക് നന്നായിട്ടിരിക്കും. എന്നെ പോലുള്ളവർക്ക് ഇവിടെയൊക്കെ അങ്ങ് ചുരുങ്ങും. ഞാനതൊന്നും ശ്രദ്ധിക്കാതില്ലേ. ശ്രദ്ധിച്ചു തുടങ്ങിയാൽ പിന്നെ കുറച്ച് ദിവസത്തിന് ഭയങ്കര ശ്രദ്ധയായിരിക്കും. ഒരു 5 നിമിഷം അങ്ങനെ വെച്ചിട്ട് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 1 ഇഞ്ചിയാണ്. ഇവിടെ ബ്രഷൊക്കെ ഉണ്ട് എനിക്ക് തേക്കാൻ. പക്ഷേ നമ്മളിപ്പോൾ വീട്ടമ്മമാർക്ക് വേണ്ടിയല്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ വീട്ടിലുള്ള എന്തോ സ്ക്രബോ, അത് നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്, വീട്ടിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും വെച്ചാൽ തേക്കുന്നെങ്കിൽ അത്. ഞാൻ ഇഞ്ചി അത് വെച്ചേക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇഞ്ചി എടുത്തേക്കുവാണ്. അതെടുത്ത് നന്നായിട്ട് ഇവിടെയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. രണ്ട് 3 പ്രാവശ്യം ഇങ്ങനെ തേച്ച് കഴുകണേ. ഇത് കഴിഞ്ഞ് നമുക്ക് അടുത്തൊരു പാക്ക് ഇടണം. ഇപ്പം ഞാൻ നല്ലതായിട്ട് തേച്ച് കഴുകിക്കഴിഞ്ഞേ. ഇത് നമുക്ക് പാക്കിടാം. ഇത് വെളിച്ചെണ്ണയാണ്. ഇപ്പം നമ്മൾ ഒരു ഇച്ചിരി വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ആദ്യം ഈ പാലൊഴിക്കാം. അതിലോട്ട് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം ഒലിവ് ഓയിലോ
പിന്നെ ആൽമണ്ട് ഓയിലോ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ വാങ്ങിക്കാൻ കിട്ടും. അതൊക്കെ വീട്ടിലുള്ളവർ അത് യൂസ് ചെയ്യുക. നമ്മുടെ വെളിച്ചെണ്ണ നല്ല സാധനമാണ്. അതിനൊക്കെ ഈക്വലായിട്ട് നിൽക്കുന്ന സാധനം തന്നെയാണ്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ മതി, വേറെ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ തന്നെ മതി. വെളിച്ചെണ്ണ, നല്ലെണ്ണയും നല്ല സൂപ്പർ സാധനമാണ്. ഷുഗർ, 1 സ്പൂൺ ഷുഗർ, ഇൻസ്റ്റൻറ്റ് കോഫി 1 സ്പൂൺ, 1 സ്പൂൺ ഫുള്ള് വേണം കാപ്പിപ്പൊടിയുമേ. ഇത് 4 കൂടെ നമുക്ക് ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്യാം. കാപ്പിപ്പൊടിയുടെ സ്മെല്ല് ഒരു മനം മയക്കുന്ന സ്മെല്ലാണ്. കുറച്ച് പെട്ടെന്ന് ആ ഷുഗർ മെൽറ്റ് ആകത്തില്ല, എണ്ണയുള്ളതുകൊണ്ട്. ഷുഗർ എപ്പോഴും ഫുൾ മെൽറ്റ് ആകണമെന്ന് ആവശ്യമില്ല നമുക്ക്. ഇപ്പം നമുക്കിതെടുത്ത് കയ്യിലോട്ട് ഇടാം. ആ ഷുഗറും കൂടെ കുറച്ചെടുത്തിട്ട് ദേഹത്തൊരു തുണി ഇട്ടോ. ഇപ്പോഴാ തുണിയുടെ ഏറ്റവും ആവശ്യം. ആ ഷുഗറും കൂടെ എടുത്തിട്ട് കയ്യിലിങ്ങനെ തേക്കുക. ഒരാൾ വന്ന് നിൽക്കുന്നുണ്ടോ, മണം അവന് സഹിക്കുന്നില്ല. ഇതാ ഇങ്ങനെ ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പം ഇത് ഇങ്ങനെ ബാംഗ്ലിങ് എന്ന് പറയുന്നത്. ഈ മസാജിന് ബാംഗ്ലിങ്. ഇതാ കൈ ഇങ്ങനെ നമ്മുടെ വളയിട്ട് ഇങ്ങനെ തിരിക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ആ പഞ്ചസാരയും കോഫിയും എല്ലാം കൂടെ ചേർന്ന് പിന്നെ ഇങ്ങനെ 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 ഒന്ന് പീഞ്ച് ചെയ്യുക. പീഞ്ച് ഓരോ വിരലും എടുത്ത് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത്, വിരൽ ട്വിസ്റ്റ് ചെയ്യേണ്ട, കൈ ട്വിസ്റ്റ് ചെയ്താൽ മതി. നമ്മുടെ കൈ ഇട്ടിങ്ങനെ ഒന്ന് ഈ മുട്ടിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ഈ തമ്പ് കൊണ്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. ബീബിക്ക് എന്തൊക്കെയോ മണക്കുന്നു ഇവിടെ, അല്ലെങ്കിൽ ബീബി വരുന്നതല്ല. ക്യാമറ ഓൺ ചെയ്താൽ പിന്നെ ബേബിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല നമ്മുടെ അടുത്തോട്ട് വരാൻ. ഈ മണം കൊണ്ട് തന്നെ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരിക. ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഈ കൈ ചെയ്യുക, അത് കഴിഞ്ഞ് 5 മിനിറ്റ് ഈ കൈയും ചെയ്യുക. കാപ്പിപ്പൊടിക്ക് സ്കിന്നിനെ വൈറ്റ് ആക്കാനുള്ള ഒരുപാട് കഴിവുള്ള ഒരു സാധനമാണ് കാപ്പിപ്പൊടി. അതുപോലെ ഷുഗർ, പാല് നല്ല ക്ലീൻ ചെയ്യുന്ന സാധനമാണ്, ക്ലെൻസറാണ് പാല്. ബാക്കിയുള്ളത് നല്ലതായിട്ട് നമ്മുടെ കയ്യിൽ നന്നായിട്ട് തേച്ച് വെക്കുക. നല്ലൊരു പാക്ക് പോലെ നല്ലൊരു കോട്ടിംഗ് ആക്കി കയ്യിൽ നന്നായിട്ട് വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കുക, റിലാക്സായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, അപ്പം 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. ഇപ്പം ഞാൻ കൈ രണ്ടും കഴുകിയിട്ട് വന്നാണ്. നോക്കിയേ, കൈയുടെ വ്യത്യാസം കണ്ടോ? ഇവിടെ ഒക്കെ കണ്ടോ? ഇങ്ങനെ ഇരുന്ന കയ്യാ, എന്ത് വ്യത്യാസമായി. കൈയുടെ കളറൊക്കെ മാറിയില്ലേ, നല്ല കളർ വന്നു കൈക്ക്. എൻ്റെ ഇവിടെയൊക്കെ ഞാൻ കരിക്കട്ട പോലെ ആയിരുന്നു നേരത്തെ. ചുരുക്കം കുറഞ്ഞ് റെഗുലർ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കൈയൊക്കെ നല്ല പളപളാന്നിരിക്കും. ചുരുക്കമൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് ഇപ്പോഴേ നല്ല സോഫ്റ്റായി. ഹെയർ കൂടൊക്കെ എടുക്കുവാണെങ്കിൽ നല്ല നല്ല കളറാകും കൈ. ഹെയർ ഉള്ളതുകൊണ്ടായി ഇപ്പം ഇച്ചിരി കറുത്തിരിക്കുന്നത്. സൂപ്പറല്ലേ?
ഒത്തിരി വ്യത്യാസമില്ലേ? ആദ്യം കണ്ടതിനെക്കാട്ടി ഒരുപാട് വ്യത്യാസമില്ല. ആദ്യം എനിക്ക് കൈ ഇങ്ങനെ കാണിക്കാൻ തന്നെ മടിയായിരുന്നു. അതുപോലെ വൃത്തിയായിട്ടാണ് കൈ ഇരുന്നത്. ഇപ്പം നല്ല നീറ്റായി. ഇത് റെഗുലറെ ആഴ്ചയിൽ ഒരു ദിവസം വീതം ചെയ്യുവാണെങ്കിൽ നമ്മുടെ കൈയുടെ ചുരുക്കമൊക്കെ മാറി നല്ല നീറ്റാകും കൈ. നല്ല പളവളാന്നിരിക്കും കൈ. കൈയൊക്കെ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴൊക്കെ കാണുമ്പോൾ, ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോഴേ എനിക്ക് എൻ്റെ കൈ കാണുമ്പോൾ ഒരു വൃത്തികേട് തോന്നി. അതുവരെ ഞാനിതൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു. കുറേ നാളായി കൈയും കാലുമൊക്കെ നോക്കിയിട്ട്. ഇനി ഞാൻ ഒരു പെഡിക്യൂർ ചെയ്ത് കാണിക്കാമേ. കാലിൻ്റെ പൊത്തയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കുന്നത് വീട്ടിൽ തന്നെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് തന്നെ ഒരു പ്രാവശ്യം കാണിച്ചു തരാം. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം മറക്കണ്ട. ഓക്കെ, ബൈ, താങ്ക് യു. ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്ന് അടുത്ത് വാ, അടുത്ത് വാ, അടുത്ത് വാ, ഇങ്ങ് വാ. വന്നേ കുളിച്ച് കുട്ടപ്പനായിട്ടിരിക്കുക. ബൈ ബൈ പറ, ബൈ പറ, ബൈ പറ. ക്യാമറ നോക്കി ബൈ പറ.